സങ്കീർത്തനങ്ങൾ 143:8 ഒരു ഓട്ടത്തിൻ്റെ കഥയാണ് പറയുന്നത്. അവനെ വിഴുങ്ങാൻ വരുന്നൊരു ശത്രു, അവനെ ആക്രമിക്കാൻ വരുന്നൊരു ശത്രു പിന്നിലുണ്ട്. അപ്പോൾ സങ്കീർത്തകൻ എങ്ങോട്ടാണ് ഓടി ഒളിക്കുന്നത്? ആശ്രയമായി എവിടെയാണ് എത്തുന്നത് കാണാം. കർത്താവെ, ശത്രുക്കളിൽ നിന്നും എന്നെ മോചിപ്പിക്കണമേ. അഭയം തേടി ഞാൻ അങ്ങയുടെ സന്നിധിയിലേക്ക് ഓടി വന്നിരിക്കുന്നു. സ്നേഹമുള്ളവരെ, കർത്താവെ, അവൻ പറയാണ്, ശത്രുക്കളിൽ നിന്നും എന്നെ മോചിപ്പിക്കണമേ. അഭയം തേടി ഞാൻ അങ്ങയുടെ സന്നിധിയിലേക്ക് ഓടി വന്നിരിക്കുന്നു. അനേകം വാതിലുകളിലല്ല, മറിച്ച് പൊന്നു കർത്താവിൻ്റെ അടുക്കേക്ക് ഓടി വന്നിരിക്കുകയവൻ. ഈ പ്രഭാതം സ്നേഹമുള്ളവരെ, പല വിഷയങ്ങളിലേക്ക് ഓടിപ്പോകേണ്ടതില്ല. അവൻ്റെ പക്കലേക്ക് അങ്ങ് ഓടിച്ചെല്ലാം. നിന്നെ വിഴുങ്ങാനായി, നിന്നെ തകർക്കാനായി, നിൻ്റെ സൽപ്പേര് കളയാനായി, നിൻ്റെ സന്തോഷങ്ങൾ കെടുത്താനായി, നിൻ്റെ ആശ്രയങ്ങൾ, നിൻ്റെ ബലങ്ങളൊക്കെ തട്ടിയുടയ്ക്കാനായി അനേകം ശത്രു വിഷയങ്ങൾ ചുറ്റും നിന്നെ നോക്കി നിൽക്കുമ്പോൾ, വാപിളർന്നു നിൽക്കുന്ന ആ വിഷയങ്ങളിൽ നിന്ന് നീ ഓടിയകലേണ്ടത് സ്നേഹയുടെ മറ്റു വിഷയങ്ങളിലേക്കോ അല്ല, മറ്റാശ്രയ മുഖങ്ങളിലേക്കല്ല, പിന്നെയോ ഓടിയെത്തേണ്ടത് കർത്താവിൻ്റെ പക്കലേക്ക് മാത്രമാണ്. സങ്കീർത്തകൻ്റെ വലിയൊരു കോൺഫിഡൻസാണ്. അവൻ്റെ പക്കലെത്തിയാൽ, അവൻ്റെ പക്കലേക്ക് ഓടി വന്നാൽ അവൻ സുരക്ഷിതനായിരിക്കും. ദൈവവേദനെ, നീയും ഓടിയെത്തിയാൽ, അവൻ്റെ പക്കലേക്ക് ഓടിയെത്തിയാൽ അവൻ ചേർത്ത് പിടിക്കും, നിന്നെ സുരക്ഷിതരാക്കും. ഇന്നത്തെ പ്രഭാതം അനുഗ്രഹമാവട്ടെ. ആമേൻ.